السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير كلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലെ ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഈ ആധുനിക കാലഘട്ടത്തും പല ആളുകളും ആ വിഷയം വളരെ കൃത്യമായും വ്യക്തമായും പഠിക്കുന്നവരുണ്ട്. നമുക്ക് കാണാൻ കഴിയും, പല ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും മറ്റ് ചർച്ചകളിലുമെല്ലാം ഈ പ്രവാചകന്റെ ജീവിതം വളരെ കൃത്യമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിക്കുന്നത് കാണാൻ കഴിയും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് 1450ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു പ്രവാചകന്റെ ജീവിതം ഇത്ര കൃത്യമായി ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് വളരെ കൃത്യമായ പാഠങ്ങളും ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് വിശ്വാസികൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ജ്യോതിശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്. ആ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലോകത്തെ സ്വാധീനിച്ച ആളുകളിൽ 100 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാമത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളതാണ്. അദ്ദേഹം നേരിട്ട ഒരു വലിയ വെല്ലുവിളി എന്നുള്ളത് ഒരു ജൂത മതസ്ഥനായ അദ്ദേഹത്തോട് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഒരു ജൂതനായ നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് എന്ന ഒരാൾക്ക് 1-ാം സ്ഥാനം നൽകുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, വസ്തുനിഷ്ഠമായി നിങ്ങൾ പഠിക്കുക. ലോകത്തെ സ്വാധീനിച്ച മനുഷ്യരിൽ ഏതെഴുത്തുകാർ എതിർത്താലും കൃത്യമായി 1-ാം സ്ഥാനം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതാണ് എന്ന് കൃത്യമാണ്. നാം സൂചിപ്പിച്ചത്, ലോകത്തുള്ള പല ആളുകളും ധാരാളം കാണാൻ കഴിയും. ഗാന്ധിജി പറഞ്ഞത് കാണാം, ശ്രീനാരായണ ഗുരു പറയുന്നത് കാണാം, ലോകത്തെ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലറും നെപ്പോളിയൻ ബോണപ്പാട്ടും അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകയായി ചരിത്രം വിശേഷിപ്പിച്ച മഹാവ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനിൽ കൃത്യമായ മാതൃകകളുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായ മാതൃകകൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്.
എന്തുകൊണ്ടാണ് ലോകം ഇന്നും ആ പ്രവാചകന്റെ ജീവിതത്തെ ചർച്ച ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള സ്വഭാവ മഹിമയും മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റവും ജീവിത രീതിയും ശൈലികളുമെല്ലാം വളരെ കൃത്യമാണ്. നാം ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇന്ത്യയിലും വളരെയധികം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര മതങ്ങൾ ഇന്ത്യയിലുണ്ട്. അവർക്കെല്ലാം മാതൃകാ പുരുഷന്മാരുമുണ്ട്, അഥവാ അവർ മാതൃകയാക്കുന്ന അവരുടെ മതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ ലോകത്ത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതും ആളുകളുടെ സംസാരത്തിൽ നിലനിൽക്കുന്നതും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ അഥവാ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി വെളിവാകുന്ന, അഥവാ കൃത്യമായി ഒരു മനുഷ്യന് നിഷ്പക്ഷമായി ഇരുന്ന് വായിച്ച് പഠിക്കാൻ പറ്റിയ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. മഹാനായ അബൂ ഹസൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ നിങ്ങൾ സഞ്ചരിച്ചാലും, അഥവാ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഏത് മേഖലയിലൂടെ ജീവിതത്തെ തള്ളി നീക്കിയാലും നിങ്ങൾക്ക് കൃത്യമായ മാതൃക പ്രവാചകനുണ്ട് എന്നുള്ളതാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലാണ് നിങ്ങൾ സ്വർഗത്തിലെത്തുക, ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിക്കാതിരുന്നാലാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ളത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിശ്വാസികൾക്കും അഥവാ മുസ്ലിം സമൂഹത്തിന് കൃത്യമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന്റെ മാതൃക കൃത്യമായി പിൻപറ്റി ജീവിക്കുന്നവരായി മാറാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലെ 21-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം അള്ളാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. അഥവാ പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലും പ്രവാചകന്റെ വാക്കുകളിലും കൃത്യമായ മാതൃക ഓരോ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ആ പ്രവാചകന്റെ മാതൃകയെ കൃത്യമായി പിൻപറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇഹലോകത്ത് ഒരു മനുഷ്യന് കൃത്യമായി എങ്ങനെയാണ് ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ കഴിയുക, അതിലൂടെ അവന്റെ പരലോകത്തും അവന് എങ്ങനെ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാ ഓരോ വിഷയങ്ങളും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നിന്റെ കാലത്ത് വർഗ വിവേചനമില്ലാതെ ഏതൊരു മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് നമ്മുടെ പ്രവാചകന്റേത്. ലോകത്തുള്ള പല വലിയ ചരിത്രകാരന്മാരും ആ വിഷയം വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം വായിച്ച് കൃത്യമായി ആ വിഷയം ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്നുള്ളത് ആ പ്രവാചകന്റെ ജീവിതം വളരെ കൃത്യവും വ്യക്തവുമാണ്. ധാരാളം സോഷ്യൽ മീഡിയകളുടെ ക്ലിപ്പുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും പറയുന്നത് കാണാം, ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ വേണ്ടി, ഇസ്ലാമിനെതിരെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കൃത്യമായി ഞാൻ റിസർച്ച് ചെയ്യുകയാണ്. ആ റിസർച്ച് അവസാനം എത്തിച്ചേർന്നത് പ്രവാചകനെ മനസ്സിലാക്കി, ഇസ്ലാമിനെ മനസ്സിലാക്കി, ആ ഇസ്ലാമിന്റെ മഹത്തായ ആ ഒരു ആദർശത്തിലേക്ക് കടന്നു വരുന്നതിലൂടെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, പ്രവാചകന്റെ ജീവിതം കൃത്യമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൽ ഓരോ ഭാഗങ്ങളും കൃത്യമായി ലഭിക്കുന്നതാണ്. ആ വിഷയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ പ്രവാചകന്റെ ജീവിതം സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പ്രചരിപ്പിക്കുന്ന തെറ്റുകൾക്കെതിരെയുള്ള കൃത്യമായ സംസാരം നമ്മൾ പഠിച്ചിട്ട് അതിന് കൃത്യമായി ഉത്തരം പറയൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് മാതൃക കാണാൻ കഴിയും. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകന്റെ ജീവിതത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് തന്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട ഏറ്റവും ചെറുതു മുതൽ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ വളരെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപമാണ് സിർക്ക് എന്നുള്ളത്. ആ സിർക്ക് മുതൽ ശേഷമുള്ള അസബുൽ മൂബിക്കാത്തിലുള്ള ഓരോ തിന്മകളും എണ്ണി എണ്ണി പറഞ്ഞ് അതിന്റെ ഗൗരവം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച് ഇന്ന മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല നിസാരമായി
ഒരു പ്രയാസങ്ങളുമില്ലാതെ ഒരു വിശ്വാസി ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം അവനവന്റെ കൈ കഴുകേണ്ടതുണ്ട്. ആ കൈ കഴുകേണ്ടത് കെട്ടി നിൽക്കുന്ന പാത്രത്തിൽ കൈ മുക്കിക്കൊണ്ടല്ല, വെള്ളം ഒഴിച്ചുകൊണ്ട് അവന്റെ കൈ കഴുകേണ്ടതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അഥവാ ഭക്ഷണ സാധനങ്ങളുള്ള പാത്രം മൂടി വെക്കണം എന്നുള്ളത് മുതൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരിപ്പ് തട്ടണം എന്നതുവരെ, അഥവാ അത്രയും നിസ്സാരമായ കാര്യം വരെ വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവയെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ആ മാതൃകകളെല്ലാം നെഞ്ചേറ്റി ഏറ്റവും നല്ല വിശ്വാസികളായി നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ പറയാതെ പോയ ഒരു സുന്നത്തുമില്ല എന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വെള്ളം കുടിക്കുന്ന ഒരു വിഷയം നമ്മൾ എടുക്കുക. പ്രവാചകൻ അവിടെയും കൃത്യമായി ധാരാളം സുന്നത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇരുന്ന് കുടിക്കണം. രണ്ടാമതായി നമുക്ക് എണ്ണാൻ കഴിയും, ബിസ്മി ചൊല്ലണം. മൂന്നാമതായി കാണാം വലത് കൈ കൊണ്ട് കുടിക്കണം. നാലാമതായി കാണാം മുറുക്ക് എന്ന രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കണം. അഞ്ചാമതായി കാണാം ആ വെള്ളത്തിലേക്ക് നിങ്ങൾ ഊതരുത്. അഥവാ നമ്മൾ നിസ്സാരമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും കൃത്യമായി ഓരോ വിഷയങ്ങളും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ദീന് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആ ദീനുൽ ഇസ്ലാം ഒരിക്കലും ഒരു പ്രയാസമല്ല. നമുക്ക് കാണാൻ കഴിയും കുറെ ഇത്തരം വിഷയങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ സ്വാഭാവികതയാണ് മറവി എന്നുള്ളത്. നമസ്കാരത്തിൽ മറവി സംഭവിച്ചു കഴിഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യാം. ബിസ്മി ചൊല്ലാൻ മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറഞ്ഞ് അതും നമുക്ക് പരിഹരിക്കാം. മാത്രമല്ല ഒരു യാത്രയിലാണ് എന്നുണ്ടെങ്കിൽ ജമ്മും കസറും പോലെയുള്ള ധാരാളം പ്രവാചകന്റെ അത്തരം വിഷയങ്ങളിലെല്ലാം പ്രവാചകൻ കൃത്യമായ മാതൃക നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ചവന്റെ കിടക്കയിലേക്ക് എത്തുന്നത് വരെയുള്ള ഓരോ കാര്യവും വള്ളിപ്പുള്ളി തെറ്റാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അത്രയും കൃത്യമായി പ്രവാചകന്റെ ജീവിതം സമൂഹത്തിൽ അഥവാ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമാണ്. അത് പഠിക്കൽ ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. അതോടൊപ്പം അത് പഠിക്കുന്നതോടൊപ്പം കൃത്യമായി അത് പഠിക്കുകയും ഇതൊന്നും അറിയാതെ വെറും തൊള്ളവാദങ്ങളും പൊള്ളവാദങ്ങളും കയറ്റിയടിക്കുന്ന ധാരാളം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം കൃത്യമായി അവരുടെ വാദങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ നമ്മൾക്കൊണ്ട് കഴിയേണ്ടതുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ എണ്ണി പറയുകയാണെങ്കിൽ ധാരാളം മാതൃകകൾ കാണാൻ കഴിയും. ഇന്നിന്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രവാചകന്റെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും. ആ വ്യക്തി ജീവിതത്തിൽ എത്രയെത്ര മാതൃകകളാണ് വിശ്വാസികളായ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു പ്രവാചകന്റെ സ്വഭാവം? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു മറുപടി കൊടുക്കുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹുവിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു പ്രവാചകൻ വീട്ടിലെന്ന്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, വീട്ടുജോലികളിലെല്ലാം സഹായിച്ച് നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകും എന്നുള്ളതാണ്. കൃത്യമായി ഓരോ വിഷയത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃകയുണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞില്ലേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിശ്ചയമായും നീ മഹത്തായ സ്വഭാവത്തോടു കൂടിയാണ്. ചരിത്രത്തെ ആളുകളിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. പ്രവാചകന്റെ സുന്ദരമായ പെരുമാറ്റത്തിന്റെ മാതൃകകൾ. ഒരു സദസ്സിലേക്ക് പ്രവാചകൻ കയറി വരുന്ന സമയത്ത് ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രവാചകൻ പറയും, നിങ്ങൾ എഴുന്നേൽക്കണ്ട. മറ്റൊന്ന് കാണാം, പ്രവാചകനും സ്വഹാബികളും നടന്നു പോകുന്ന സമയത്ത് പ്രവാചകൻ മുന്നിൽ നടക്കുമ്പോ പിറകില് നിൽക്കുന്ന സ്വഹാബികളെ ചേർത്ത് നിർത്തി പ്രവാചകൻ കൂടെ നടത്തിക്കും. ഓരോ മനുഷ്യരെയും കാണുന്ന സമയത്ത് പുഞ്ചിരി തൂക്കുന്ന, പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വിശന്ന് അവശനായി വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് പള്ളിയിൽ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ അബൂ ഹുറൈറയെ കാണുന്നുണ്ട്. വിശേഷങ്ങളെല്ലാം ചോദിക്കും, എന്താണ് അവസ്ഥ, വീട്ടിലെ അവസ്ഥകളെല്ലാം ചോദിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കും. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ സലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് തിരിക്കും.
മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്ന് ആദ്യമായി സലാം പറഞ്ഞതിന് ശേഷം പ്രവാചകൻ ചോദിക്കും, എന്തേ അബൂ ഹുറൈറ, നീ ഒന്നും കഴിച്ചില്ലയോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് അബൂ ഹുറൈറ കരയുന്നുണ്ട്. അതായിരുന്നു പ്രവാചകന്റെ ജീവിതം. തന്റെ കൂടെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ശേഷം പ്രവാചകൻ അബൂ ഹുറൈറയെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ പോലെ ഒരു വലിയ സദ്യ ഒരുക്കാനോ വലിയൊരു പാർട്ടി നടത്താനോ അല്ല. തന്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോ ഒരു ഉണക്ക റൊട്ടിയാണുള്ളത്. അത് പകുത്ത് രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അത്രയും മഹത്തരമായ ഉദാഹരണം നമ്മുടെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് മക്ക വിജയത്തിന്റെ സമയത്ത് കഅബയുടെ താക്കോൽ, അഥവാ തന്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി മക്കയെ തിരിച്ചു പിടിച്ച് വരുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ കയ്യിൽ ആ കഅബയുടെ താക്കോലുണ്ട്. ആ താക്കോല് ഓരോ ആളുകളും ഞങ്ങൾക്ക് തരുമെന്ന് ആഗ്രഹിക്കുക പോലുമുണ്ട്. ചരിത്രത്തിൽ കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കാണാൻ പറ്റും. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് കഅബയുടെ താക്കോൽ അന്ന് സൂക്ഷിച്ചിരുന്ന അന്നത്തെ ആ നാട്ടിലെ ഒരു പ്രമാണിയായ അദ്ദേഹത്തോട് കഅബയുടെ താക്കോൽ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഇത് തരില്ല, ഈ കഅബയുടെ താക്കോൽ നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറയും. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, നാളെ ഒരിക്കൽ ആ താക്കോൽ എന്റെ കയ്യിൽ തിരിച്ചു വരും. അപ്പോ അദ്ദേഹം തിരിച്ചു പറയും, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെയൊന്നും സംഭവിച്ചാൽ അന്ന് ഖുറൈശികളുടെയും ഈ മക്കയുടെയും അവസാനമായിരിക്കും എന്നുള്ളത്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, ഇല്ല, അന്ന് ഖുറൈശികൾ ഇവിടെ ഉണ്ടാകും, മക്കയുടെ സുവർണ കാലവുമായിരിക്കുമെന്ന്. ആ ഒരു സന്ദർഭം തിരിച്ചു വരികയാണ്. പ്രവാചകന്റെ കയ്യിലാണ് ഇപ്പൊ താക്കോലുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞ് അന്ന് പ്രവാചകന് താക്കോല് തരില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് തിരിച്ച് താക്കോൽ കൊണ്ടു കൊടുക്കുകയാണ്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രതികാരം ചെയ്യണം എങ്ങനെയെന്ന് ഉള്ള കൃത്യമായ മാതൃക നമ്മുടെ പ്രവാചകൻ, അഥവാ പ്രവാചകന്റെ ആ മധുര പ്രതികാരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാരും പറയും, എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാമെന്ന്. പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം, ഇന്ന രീതിയിലാണ് കാണിക്കേണ്ടതെന്ന് കൃത്യമായ മാതൃക പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇന്നിന്റെ കാലഘട്ടത്തെ ചർച്ച ചെയ്യുന്നത് പ്രവാചകന്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റവും പ്രവാചകന്റെ കുടുംബജീവിതവുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സൂചിപ്പിച്ച ആ ഹദീസ് നാം പറഞ്ഞു വന്നു. ഇടമറക് തന്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകന് സ്റ്റെറിയാസിസ് എന്ന ഒരു രോഗമാണെന്ന്, അഥവാ സ്ത്രീകളോട് തോന്നുന്ന ഒരു പ്രത്യേക രോഗമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാം കൃത്യമായി തിരിച്ചറിയേണ്ടത് പ്രവാചകന്റെ ആദ്യത്തെ വിവാഹം നടക്കുന്നത് 25-ാം വയസ്സിലാണ്. അന്ന് മക്കയിലെ മുഹമ്മദ് എന്ന ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ നാം പല ഇടങ്ങളിലായി പഠിച്ചതാണ്. വിശ്വസ്തനായ, ഏത് വിഷയത്തിലും കൃത്യമായ ഒരു നീതിയോടുകൂടിയുള്ള തീരുമാനം പറയാൻ ആളുകൾ വിളിക്കുന്ന, മക്കയിലെ സുപരിചിതനായ അൽ അമീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രവാചകൻ സുന്ദരനും സുമുഖനും മാത്രമല്ല തറവാടിയും ഖുറൈശിയാണ്. ഇത്തരം വിഷയങ്ങളാണ് അന്ന് അഥവാ പ്രവാചകൻ 25 വയസ്സുള്ള സമയത്ത് മക്കയിലെ ഏതൊരു സ്ത്രീയുമായി കല്യാണം ആലോചിച്ചു കഴിഞ്ഞാലും ഏതൊരാളും താല്പര്യം പ്രകടിപ്പിക്കുന്ന, എല്ലാ കഴിവും ഒത്തിണങ്ങിയ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കല്യാണം കഴിക്കുന്നത് തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ കൃത്യമായി തിരിച്ചറിയുക, ഇത്തരം ആളുകളുടെ വാദങ്ങൾക്ക്, അവയുടെ പൊള്ളമായ വാദങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ നമ്മൾ കൂടെ കഴിയേണ്ടതുണ്ട്. ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഭാര്യമാരെ അഥവാ മറ്റ് കല്യാണം കഴിക്കുന്നത്. അവിടെ നമ്മൾ തിരിച്ചറിയുക, അന്ന് പ്രവാചകൻ മദീനയുടെ രാജാവാണ്, അള്ളാഹുവിന്റെ തിരുദൂതനാണ്. ആ സമയത്ത് പ്രവാചകൻ ആഗ്രഹിക്കുന്ന ഭാര്യമാരെ പ്രവാചകൻ ലഭിക്കുമായിരുന്നു. എന്നാലും ചരിത്രം വായിക്കുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വൈദവ്യത്തിന്റെ വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകളെയാണ് പ്രവാചകൻ ഭാര്യയായി സ്വീകരിക്കുന്നത്. കൃത്യമായി എല്ലാ വിഷയങ്ങളിലും പ്രവാചകനിൽ നിന്ന് മാതൃകയുണ്ട്. ഇതൊന്നും അറിയാതെ വെറും വാദങ്ങൾ മാത്രം അടിച്ചു പുറത്തേക്ക് ഇറക്കുന്ന ആളുകളോട് കൃത്യമായി മറുപടി പറയാൻ ഈ പ്രവാചകന്റെ ജീവിതം നാം കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരെയോ ഭൃത്യകളെയോ ആരെയും അടിക്കാറില്ലായിരുന്നു. തന്റെ ഭാര്യമാരെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അത്രയും കൃത്യമായ, അത്രയും മഹത്വമേറിയ, അത്രയും നല്ല സ്വഭാവത്തിനുടമയായ ഒരു കുടുംബ ജീവിതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ തന്റെ ഓരോ ഭാര്യമാരുടെ വീടുകളിലും നമസ്കാര ശേഷം, അസ്ർ നമസ്കാര ശേഷം കയറി ഇറങ്ങുന്നത് കാണാൻ പറ്റും. അഥവാ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, മക്കയുടെയും മദീനയുടെയും ഭരണാധികാരിയാണ്, അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്ന പ്രവാചകനാണ്, ആ നാട്ടിലെ ഖാദിയാണ്. ഇതെല്ലാമായിരുന്ന പ്രവാചകൻ തന്റെ കുടുംബവുമായി ഇത്തരം ഏറ്റവും നല്ല മാതൃകയോടുകൂടിയുള്ള ജീവിതമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പ്രവാചകന്റെ ജീവിതത്തെ, ആ പ്രവാചകന്റെ ഇത്തരം ആളുകൾ ചർച്ച ചെയ്യുന്ന ജീവിതത്തെ കൃത്യമായി പഠിച്ച് മറുപടി പറയാൻ നമുക്കിന്ന് കഴിയേണ്ടതുണ്ട്. പ്രവാചകന്റെ മാതൃകയുടെ വിഷയം പറഞ്ഞു വരുന്നിടത്ത് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാണ് പ്രവാചകന്റെ കുട്ടികളോടുള്ള പെരുമാറ്റ രീതി എന്നുള്ളത്. ഒരിക്കൽ ഒരു സ്വഹാബി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പ്രവാചകന്റെ അടുത്ത് വരുന്നുണ്ട്. വീട്ടിലേക്ക് ഓടി വരുന്ന സമയത്ത് പ്രവാചകൻ അതിനേക്കാളും വലിയ ഒരു തിരക്കിലായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോ പ്രവാചകൻ തന്റെ ഹസനെയും ഹുസൈനെയും തോളത്തിരുത്തി അവരുടെ കൂടെ കളിക്കുകയായിരുന്നു. അത്രയും കൃത്യമായി, അല്ലെങ്കിൽ അത്രയും രസകരമായാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരമക്കളോട് പെരുമാറിയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരിക്കൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ധാരാളം വിഷയങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാര സമയത്ത് സുജൂദ് വളരെ ദൈർഘ്യം കൂടും. ആ സമയത്ത് ആ നമസ്കാരം അഥവാ സുജൂദ് എഴുന്നേൽക്കുന്ന ശേഷമാണ് സ്വഹാബികൾക്ക് മനസ്സിലാകുന്നത് ഹസനും ഹുസൈനും പ്രവാചകന്റെ മുതുകത്തിരിക്കുകയുണ്ടായിരുന്നു എന്നുള്ളത്. മാത്രമല്ല പല സമയങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം വളരെ ചുരുക്കിയിരുന്നു. അതിന്റെയും കൃത്യമായ കാരണം നമുക്ക് കാണാൻ പറ്റും. സ്ത്രീകൾ തന്റെ കുട്ടികളുമായി പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കരച്ചിൽ കൂടും, അഥവാ അവർക്ക് പ്രയാസം വർദ്ധിക്കുമെന്ന നിയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തെ ചുരുക്കിയിരുന്നു. ഇത്തരം ഓരോ വിഷയങ്ങളിലും പ്രവാചകന്റെ കൃത്യമായ മാതൃക വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നുണ്ട്, 10 വർഷം ഞാൻ പ്രവാചകന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നോട് ആ പ്രവാചകൻ ചെയ്യുന്നോ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി വായിക്കാൻ പറ്റും. അത്രയും മഹത്വമേറിയ, അത്രയും മികച്ച സ്വഭാവത്തിനുടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത്. ആ മക്ക വിജയത്തിന്റെ സമയത്ത് ഇന്നും ലോകത്ത് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ മക്ക കീഴടക്കി വരുന്ന സമയത്ത് കൊല്ലങ്ങളായിട്ട് പീഡിപ്പിച്ച് പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട പല ആളുകളെയും ഒന്ന് കൊല വിളിച്ച, തന്റെ കൂടെയുള്ള ആളുകൾ വിശ്വസിച്ചതിന്റെ പേരിൽ അവരെ കൊന്ന, അത്രയും പ്രവാചകനെ മർദ്ദിച്ച ആ ആളുകളുടെ അടുത്തേക്ക് വരുമ്പോ ചരിത്രത്തിൽ കാണാൻ പറ്റും, പല ആളുകളും പറയുന്നുണ്ട് ഇന്ന് രക്തരൂക്ഷിതമായ ഒരു ദിവസമായിരിക്കും എന്നുള്ളത്. എന്നാൽ പ്രവാചകൻ അവിടെ വെച്ച് ആ എല്ലാ ആളുകൾക്കും അന്ന് ഒരു മർഹമത്തിന്റെ ദിവസമായി, ഒരു കാരുണ്യത്തിന്റെ ദിവസമായി പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എത്രയെത്ര മാതൃകകളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടത്. മാത്രമല്ല പ്രവാചകൻ ആ സ്വഹാബത്തിന് ഒരു ബോസ് ആയിരുന്നില്ല, കൃത്യമായ നേതൃത്വം നൽകുന്ന ഒരു ലീഡറായിരുന്നു. അതിന്റെയും ചരിത്രം നാം ഏറെ കേട്ടതാണ്. പ്രവാചകനും സ്വഹാബത്തും ഒരു യാത്രയിൽ മരുഭൂമിയിലെത്തും. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി അവര് വിറക് ശേഖരിക്കാൻ പോവാണ്. പ്രവാചകൻ പറയുന്നത് നമുക്ക് വിറക് ശേഖരിക്കാമെന്നാണ്. ആ സമയത്ത് ഒപ്പമുള്ള സ്വഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകരെ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതിയെന്ന്. പ്രവാചകൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ വന്നിരിക്കും. ശേഷം ആ വിറകളെല്ലാം ഉൾപ്പെടുത്തി മഹത്തരമായ ഉദാഹരണത്തോടു കൂടി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഇതുപോലെ ചെറിയ കമ്പുകൾ നിങ്ങളുടെ അഥവാ ചെറിയ തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം മഹത്തരമായ ഉദാഹരണങ്ങളിലൂടെയും കൂടെ നിന്ന് പ്രവർത്തിച്ച് എന്താണ് ജീവിതമെന്ന് കൃത്യമായി, അഥവാ എന്താണ് ഇസ്ലാം എന്ന്, എന്താണ് ജീവിതത്തിലെ ധാർമ്മികതയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ പ്രവാചകന്റെ ജീവിതം ലോകത്തുള്ള എല്ലാവർക്കും മാതൃകയാണ്. അതുകൊണ്ടാണ് മാതൃകാ പുരുഷനായി പ്രവാചകന്റെ ജീവിതം ഇന്നെന്നും ആളുകൾ വായിക്കപ്പെടുന്നത്. അത് കൃത്യമായി വ്യക്തമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച പല ആളുകളും ഇന്ന് ആ ഇസ്ലാമിന്റെ, ആ പ്രവാചകന്റെ ജീവിതം വായിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൃത്യമായ വിഷയം പഠിച്ച് അറിയാത്ത ആളുകൾക്ക്, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം കൃത്യമായി പറഞ്ഞു കൊടുക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ബാധ്യതയാണ്.
ചരിത്രത്തിൽ പ്രവാചകന്റെ ഉദാഹരണങ്ങൾ പറയാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും അവസാനിക്കുകയില്ല. വളരെ കൃത്യമായി ഓരോ വിഷയങ്ങളിലും പ്രവാചകന്റെ മാതൃകയുണ്ട്. നിങ്ങൾ ഒരു ചക്രവർത്തിയാണെങ്കിൽ അറേബ്യയുടെ സർവ്വസാരഥ്യം വഹിച്ച മുഹമ്മദിനെ നിങ്ങൾ ഓർക്കുക. നിങ്ങളൊരു അടിമയാണെങ്കിൽ ഖുറൈശികളുടെ ക്രൂരപീഡനം ഏറ്റുവാങ്ങിയ ആ മുഹമ്മദിനെ, ആ മനസ്സിനെ നിങ്ങൾ ഓർക്കുക. നിങ്ങളൊരു ജേതാവാണെങ്കിൽ ബദറിലും ഹുനൈനിലും തെളിഞ്ഞു നിന്ന ആ മുഹമ്മദിനെ നിങ്ങൾ അനുസ്മരിക്കുക. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ സഫാ മലയിൽ നിന്ന് സമൂഹം കണ്ട ആ വ്യക്തിത്വത്തെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ മാലാഖയുടെ മുമ്പിൽ ശ്രദ്ധാലുവായി നിന്ന ആ പ്രവാചകനെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ മദീന പള്ളിയിൽ എന്നും സംസാരിക്കുന്ന ആ ജനപ്രിയനെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരു വ്യാപാരിയാണെങ്കിൽ ഖദീജയുടെ കച്ചവടച്ചരക്കുമായി പരദേശം താണ്ടി കച്ചവടം നടത്തിയ ആ മുഹമ്മദിനെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരു ന്യായാധിപനോ ഒരു മധ്യസ്ഥനോ ആണെങ്കിൽ ഹജറുൽ അസ്വദ് എടുത്തു വെക്കുന്ന വിഷയത്തിൽ അസാധാരണത്വം കാണിച്ച ആ മുഹമ്മദിനെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ ഖദീജയുടെയും ആയിഷയുടെയും ജീവിതത്തിലുള്ള പാഠങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളൊരു മികച്ച പിതാവിന്റെ സ്വഭാവ ഗുണങ്ങൾ അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫാത്തിമയുടെ വാക്കുകൾ നിങ്ങൾ ഹൃദയസ്ഥമാക്കുക. നിങ്ങൾ നന്മയുള്ള ആരുമാകട്ടെ, നന്മയുള്ള എന്തുമാകട്ടെ, അതിനു വേണ്ട സമുജ്വല മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ വിഷയങ്ങൾ കൂടുതൽ പഠിക്കുവാനും അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ആ ഒരു വിഷയത്തെ നെഞ്ചിലേറ്റുക, അറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ വിഷയം ഗൗരവത്തോടു കൂടി നമ്മൾ കാണുക. പ്രവാചകന്റെ ഓരോ സുന്നത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ഏറ്റവും നല്ല വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.